ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജ്യോതിഷര് പറഞ്ഞത്. ഒക്കെ അവളുടെ ഭാഗ്യ. എണ്ണ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. ഏറ്റവും ഒട്ടൊരു മുഹൂർത്തം അങ്ങോട്ട് നിശ്ചയിക്കുക. നീ എന്താ മോളെ പറയുന്നേ? എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മ, എനിക്ക് ഇനിയും പഠിക്കണം. പഠിച്ചു നോക്കാൻ മതി അച്ഛനിപ്പ പറഞ്ഞില്ലേ? എനിക്ക് ഇനിയും പഠിക്കണം. വെറുതെ അച്ഛനോട് വാശി പഠിപ്പിക്കണ്ട. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താ ഇവിടെ കരയല്ലേ? അവക്കിപ്പോ കല്യാണം വേണ്ടത്രേ, ഇനിയും പഠിക്കണമെന്ന്. ഓ, പഠിച്ചിനി വലിയ കളക്ടർ ആവാൻ പോവല്ലേ? ദേ, ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. നീ പറയണ അനുസരിച്ചാ മതി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. തർക്കുത്തരം പറഞ്ഞാലല്ല കൊന്നുകളെ ഞാൻ. എടി, നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണോടി? വിളച്ചിലെടുത്താണല്ലോ നീ ഞാൻ അരിഞ്ഞുകളയും. സത്യം, നീ ഒരൊറ്റൊരുത്തി ഇവിടെ ചീത്തയാക്കണത്. ആ, ഒന്ന് വേഗം ആവട്ടാ. നല്ല ഒന്നാന്തരം തറവാടാ. ഇട്ടുകൂടാൻ ആവശ്യത്തിന് പണം. ഒക്കെ അവളുടെ ഭാഗ്യ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. തറവാടും തമ്മിലല്ലേ ചേരൂ. ഇനി 3 ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. അതാണ് പ്രശ്നം. 100 കൂട്ടക്കാരും കൂടി ചെയ്തു തീർക്കാനുണ്ട്. കുറിയൊക്കെ അടിച്ചു കിട്ടി. കുറച്ച് കുറി നിന്നെ ഏൽപ്പിക്കാം. അതെല്ലായിടത്തുനിന്ന് എത്തിക്കണേ. നിന്റെ പേരിൽ ഒരു എഴുതി എടുത്തോ. അല്ലെങ്കിൽ വേണ്ട, വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ. പിന്നെ 1-2 ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ. ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല. പണിക്ക ആള് വേണേ. പിന്നെ എവിടെ നോക്കിട്ടാടാ ചെരക്കണേ കഴുതേ? ശരിയാക്കണം. ഈ അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കണ്ട ധർമ്മം തരും. എന്ത് പറ്റി പാപ്പച്ച? എന്തു പറ്റിന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കുമാരൻ അവിടെ പോയി. അവനെ നല്ല സുഖമില്ലാന്നും പറഞ്ഞ് നേരത്തെ കട അടച്ചു പോയി. അവളെനിക്ക് കൈവിട്ട് പോയടാ. ഒരുപാട് മോഹിച്ചിട്ടിപ്പോ. നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ? ഞാനല്ലാതെ അവളുടെ കാര്യത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയ അവളെന്ന് ആത്മഹത്യ ചെയ്യും. എനിക്കത് ഉറപ്പാ. നിന്റെ വർത്തമാനം കേട്ടൊന്നും ലോകത്ത് അവള് മാത്രമേ പെണ്ണുള്ളൂ. എല്ലാം നിനക്കറിയാലോ. കുഞ്ഞുനാൾ മുതല് ഇതുവരെയുള്ളതെല്ലാം. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച. അവളെനിക്ക് വേണം. നീ എന്തെങ്ങനെ? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? 100 വട്ടം. എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ. രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് വരാം. നാളെ പോയി രജിസ്റ്റർ ചെയ്യാം. നീ പേടിക്കണ്ടടാ, ധൈര്യമായിട്ടിരി. നിനക്ക് ഞങ്ങളില്ലടാ. ഞാൻ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ? ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത്. ഇല്ല. എന്നാ നീ പോയിക്കോ. പണിക്കൊരു വാർപ്പ് തന്നില്ലേ? ഇല്ല, ഞാൻ വരാം. എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ല എന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. കഴിവറ മോളെ ഓടിവിടെ. ഇവരെന്റെ മോളുടെ തൊട്ടുപോരുത്. ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ തന്റെ മോളെ. അതിന് ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൾക്കും കൂടി ഇഷ്ടം ഉണ്ടായിട്ടില്ല അവൾ ഇറങ്ങിപ്പോന്നെ.
ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല. ഇവൻ ആരാന്നറിയോ നിങ്ങൾക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൊണ്ട് നാട്ടിൽ വന്നപ്പോ കേറിക്കിടക്കാൻ ഇടം കൊടുത്ത് എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ, മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ടിപ്പോ അവസാനം അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ചരയ്ക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയണ പിഴച്ചുണ്ടായ സന്തതി. തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുവോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെണ്ണി ചോദിക്കട തന്തയില്ലാത്തോനെ. അടിയൂടെ ഞാൻ ശരിയാക്കി തരാം. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു നമ്മുടെ മറുപടി. പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കുക. എന്നെ തന്നില്ലാത്തൊന്ന് വിളിച്ച് ഇതിലും ഭേദം ജനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാം. പറയാൻ വയ്യെങ്കിൽ വേണ്ടമേ. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും പേറി ഒരു പിഴച്ചുപെട്ട സന്തതിയെ ജീവിച്ചോളാം. നൊന്ത് പെറ്റ് താലോലിച്ചു വളർത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലോ. അമ്മ കരയരുത്. എനിക്ക് അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ, അമ്മയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അമ്മ വിട്ടു പോവില്ല. അങ്ങനെ പോയാ ഈ ലോകത്ത് എനിക്കിന് വേറെ ആരും ഉണ്ടാവില്ല അമ്മ. എന്നാലും ഒരാഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. എന്റെ അച്ഛനെ അപമാനിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. ഇല്ല, സത്യം. ഇവിടെ ആവുമ്പോ പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല.
പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറിനോടൊന്ന് പറയണം. ശരി തമ്പ്ര. ഇപ്പോഴല്ല, നാളെ. തമ്പ്ര, 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 പോലീസ് നാട് നിങ്ങളെ തരുന്നുണ്ട്. തമ്പ്രാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ. മോളെ, തല പോയാലും തമ്പ്രാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ. അമ്മേ, അമ്മേ, അമ്മേ. പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രോഗ്രാം? സാർ, ആ സെന്റ് മേരീസ് ഓർഫനേജില് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, കേരള മുഖ്യൻ അഭിവാദ്യങ്ങൾ. എന്തിനാടോ തൊണ്ട കളയണത്? ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോ പോരെ. അങ്ങോട്ട് മാറി നിൽക്കുക. ഒന്ന് മാറൂ. അവിടെ നിൽക്കണോ? എനിക്ക് കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നും പറയണ്ട. ആരാ? അതൊരു ചാക്യാരാ, അവശകലാകാരന്മാരുടെ പെൻഷന് വേണ്ടിയാ. ഓ, വരൂ. അപേക്ഷ അയച്ചിട്ട് കാലായി. ഇപ്പോ കൂത്തും കൂടിയാട്ടൊന്നും ആർക്കും വേണ്ടാലോ. വയസ്സുമായി. വീട്ടിലച്ഛ കഷ്ടത്തിലാണേ. എന്തെങ്കിലും പെൻഷൻ അനുവദിച്ച് കിട്ടിയാല്. സാങ്ഷൻ വിത്തിൻ 24 hours. യെസ് സാർ. വിഷമിക്കണ്ട, ശരി. തൽക്കാലം ഇത് വെച്ചോളൂ. എന്റെ പൊന്നു ചങ്ങാതി, വാർത്തയാക്കാനത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയൊന്നും അല്ല, തികച്ചും വ്യക്തിപരമാണ്. ഈ തുമ്മുന്നതും ചീറ്റുന്നതും ഒക്കെ വാർത്തയാക്കുന്നതാണ് പത്രധർമ്മം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ഞാനും കുറെ കാലം ഈ കയ്യിലും കുത്തി നടന്നതാണ്. എന്താ സാർ? അല്ല, മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയായിരുന്നു. നമസ്കാരം. അപ്പോ തുടങ്ങാം ഇല്ലേ നമ്പേരെ? തുടങ്ങാം സാർ. തുടങ്ങിക്കോ. സമ്പൂർണ്ണ മദ്യനിരോധനത്തെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? സമ്പൂർണ്ണ മദ്യനിരോധനത്തെ പറ്റി നമ്പ്യാർക്കുള്ള പേടി എനിക്ക് മനസ്സിലാവും. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെന്തിനാ പ്രത്യേകിച്ചൊരു മദ്യനിരോധനം? മക്കൾ രാഷ്ട്രീയത്തെ പാർട്ടി അനുകൂലിക്കുന്നുണ്ടോ? ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ അവരുടെ സേവകരാണ്. സമ്മതിദായകർ ഞങ്ങളുടെ യജമാനന്മാരാണ്. അല്ലാതെ അച്ഛൻ രാഷ്ട്രീയം, മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അധികാരം ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കുന്നവരോട്
ഞങ്ങൾക്ക് യാതൊരു അനുഭവവും ഇല്ല. പാർട്ടിക്ക് ഒരു നയമുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. അതനുസരിച്ചേ ഞങ്ങൾ പ്രവർത്തിക്കൂ. ആദർശവാനാണെന്നും അഴിമതി ഇല്ലാത്തവനാണെന്നും എല്ലാ പത്രങ്ങളിലും അങ്ങയെക്കുറിച്ച് എഴുതുമ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLA തന്നെ അതിനെ നിഷേധിച്ച് പ്രസ്താവന ഇറക്കിയല്ലോ. ആഭാസനും തെമ്മാടിയുമായ ഒരു മകനെ തറവാട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ചാൽ അവൻ പുറത്തിറങ്ങി കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കുക എന്നുള്ളത് സാധാരണയാണ്. ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. മറ്റൊരു പണിയും കിട്ടാതെ ഒരു സുപ്രഭാതത്തിൽ അലക്കിത്തേച്ച കുപ്പായം ഇട്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ നേതാവല്ല ഞാൻ. ആദർശങ്ങളുടെ പേരിൽ തല്ലുകൊണ്ട് തിണുത്ത പാടുകൾ ഇപ്പോഴുമുണ്ട് മുതുകില്. ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട്. പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്നവൻ ആരായാലും ശരി, അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്, അല്ലാതെ മാസ്റ്റർ ഓഫ് ലേഡീസ് ഏജൻസ് എന്നല്ല. അയാളുടെ ഒടുക്കത്തെ ഒരു പ്രസ്താവന. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും പോരാന്ന് ഇപ്പൊ പറഞ്ഞ് നാറ്റിക്കാനും തുടങ്ങിയോ? പെൺവാണിഭം പോലും. ഇതൊന്നും ഇവിടെ ആരും ചെയ്യാത്തതുപോലെ. പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ ഓരോരുത്തന്മാര് ഇതിനേക്കാൾ വലിയ നാറിയ മാങ്ങാപ്പണി ചെയ്തിരിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുമെന്ന് വിചാരിച്ചാ ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്നെ. അന്യ സംസ്ഥാനങ്ങളിൽ ഓരോ MLA-മാരുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോ കൊതിയാവുകയാ. സൂഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവര് എത്ര കോടികളോ അമ്മ അടിച്ചു മാറ്റുന്നത്. ആർക്കും ഒരു പരാതിയില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് വാദം അടിച്ചിട്ട് ഒരു കാര്യമില്ല. മുഖ്യന് നാട്ടിൽ നല്ല ഇമേജാ. ആദർശവാനാണെന്ന് പ്രതിപക്ഷം പോലും പരസ്യമായി സമ്മതിക്കുന്ന ആളാ. അയാളുടെ ഒരു ഇമേജും ആദർശവും അധികാര കസേരയിൽ നിന്ന് ഞാൻ അയാളെ വലിച്ച് താഴേക്കിടും. അതിനുവേണ്ടി എന്ത് തറപ്പണി ചെയ്യാനും എനിക്ക് മടിയില്ല. നിങ്ങളൊക്കെ ഇത് അനുഭവിക്കണം. മുറച്ചിറക്കനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവളെ വലിയ കൊമ്പത്ത് കെട്ടിക്കാൻ നോക്കിയതല്ലേ? അനുഭവിക്കണം. അമ്മ എന്റെ കല്യാണക്കാരി അമ്മാനോട് പറഞ്ഞപ്പോ അന്ന് അമ്മാൻ എന്താ പറഞ്ഞത്? ഞാൻ തെമ്മാടിയാണ്, കഞ്ചാവാണ്, ലാവിഷാണ്. അതിൽ വലിയ സത്യമൊന്നുമില്ല. ആ ശരിയാ, ഞാൻ തെമ്മാടി തന്നെ. പക്ഷെ ലക്ഷ്മിയെ കെട്ടാൻ വരുന്നതിന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങുമായിരുന്നു. ഇനി ഞാനോട് ഇവിടെ കൈയൊഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അവൾ ഇവിടെ മൂത്ത് വരച്ച് നിൽക്കേണ്ടി വരും. അത്രയ്ക്ക് നാറിയ കഥകളാണ് നാട് മുഴുവൻ പാട്ടായിരിക്കുന്നത്. അല്ലച്ചോ, ഇവൻ ആ കല്യാണം മുടക്കിയെന്ന് പറഞ്ഞാൽ കുറുപ്പ് കല്ല് തുള്ളി ഇറക്കാ. അയാളുടെ കയ്യിൽ അങ്ങനെ കിട്ടിയ വെറുതെ വിടുന്നു തോന്നണ്ടോ? അവരിപ്പോ വീട്ടുകാർ മുഴുവൻ ഒന്നായി. എത്ര നാളെന്ന് വെച്ച് നീ അച്ഛനെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ കഴിയാ? ബാർബർ കുമാർ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി മോനാന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുന്നു എനിക്ക് തോന്നണ്ടോ? ഈ വിവരം നമ്മൾ 3 പേരല്ലാതെ പുറത്താരും അറിയണ്ട. ഞാൻ ഏതായാലും അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ ഒരു ബന്ധവും പറഞ്ഞ് ഇവിടെ വന്നാൽ അടിച്ചിറക്കുക വേണ്ടത്. തന്റെ ആങ്ങളെ ആയതുകൊണ്ട് തനിക്ക് വിഷമമുണ്ടാവും. പക്ഷെ എനിക്കിങ്ങനൊരു അളിയനെ വേണ്ട. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് അയാൾ കാട്ടിക്കൂട്ടണത്. സർക്കാർ കാര്യങ്ങൾ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ അയാൾ പലരോടും പണം വാങ്ങാറുണ്ടത്രേ. എന്നെങ്കിലും ഒരു ദിവസം തെളിവ് സഹിതം എന്റെ കിട്ടും. ഇവളെ നിന്നോടല്ല, ഇവളെ കല്യാണം കഴിക്കാൻ പോലും ചെറുക്കന്റെ വീട്ടില് പെണ്ണിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞ് കയറി ചെല്ലുക, മൂക്കത്തും കള്ളു കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുക. ഇതിപ്പോഴും നാണക്കേട് എനിക്ക് ഉണ്ടാവാനുണ്ടോ? കള്ളിന് വേണ്ടി എന്ത് അലവരായത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ഒരളിയൻ. എന്റെ ദൈവമേ, ഈ കാലത്ത് ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഒഴിച്ചു തരികയും ചെയ്യും, ചെന്ന് കൊളുത്തുകയും ചെയ്യും. ഇനി മാനിയന്മാരെ പോലെ പെരക്കാത്തിരുന്ന് മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാല് പ്രോട്ടോക്കോളുമായി അളിയൻ വരും. ഇനി ഇതൊക്കെ മാർഗമില്ല. പഴുത്ത മുളക്. മോളായിരുന്നോ? അമ്മാവ് 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? പല പല കാര്യങ്ങളല്ലേ മോളെ. പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു. നല്ല മിടുക്കൻ. എന്തൊരു ബഹുമാനാന്നറിയാവോ? എനിക്ക് ഒഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലും അവൻ കഴിച്ചില്ല. ആമ്പിളായി ഇങ്ങനെ വേണം. എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ആകെ ചൂടായിരിക്കുക. അങ്ങോട്ട് ചെല്ല്, കിട്ടിക്കോളും. ഞാൻ ഫാദർ വട്ടക്കുഴി. അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നു. ശരി ഫാദർ. CM അകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്, വരൂ.
ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. തെറ്റ് എന്റെ തന്നെയാണ്. ഒരിക്കലും ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഫാദർ. സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ജയിലിൽ വെച്ച് പല കത്തുകൾ വായിച്ചു. ഒന്നിനും മറുപടി കിട്ടിയില്ല. ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോ ആദ്യം അന്വേഷിച്ചത് അവരെയാണ്. പോയത് ആ നാട്ടിലേക്കാണ്. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഗർഭിണിയായ മകൾ നാടിന് ഒരു അപവാദമായി മാറിയപ്പോൾ വിപ്ലവത്തിന്റെ സന്തതിക്ക് ജന്മം നൽകിയവന്റെ പേരവര് പുറത്തു പറഞ്ഞില്ല. നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു മനുഷ്യന്റെ സൽപ്പേരിന് കളങ്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാവും അവര് നാട് വിട്ടു തന്നെ. ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഞാനൊരു മനസ്സമാധാനം കൊടുത്തിട്ടില്ല. പോലീസ് പലപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അപ്പോഴെല്ലാം ഒളിവിൽ കഴിയുന്ന എന്റെ ആയുസിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഞാൻ ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന്. ജീവിതത്തിൽ വേദനകൾ മാത്രം നൽകിയിട്ടുള്ള ഈ മകന് ആ ആഗ്രഹം നിഷേധിക്കാനായില്ല. അവസാന കാലത്ത് അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ ഞാൻ കൈപിടിച്ചു. ഒരു മകന്റെ കടമ നിർവഹിച്ചു. ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട്. എന്റെ മകളുടെ വിവാഹം വരെ തീരുമാനിച്ചിരിക്കുക. ഇപ്പൊ എനിക്കൊരു മകനുണ്ടെന്നറിഞ്ഞാൽ ഒരു ദുർനടത്തക്കാരനായി എല്ലാരും എന്നെ കാണും. അവരച്ഛനെ കിട്ടിയപ്പോ അമ്മ നഷ്ടപ്പെട്ടു. എനിക്ക് മകനെ കിട്ടുമ്പോ എന്റെ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല ഫാദർ. ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങാണ്. അവന്റെ അമ്മയുടെ മരണത്തിന് പോലും ഞാനാണ് കാരണക്കാരൻ എന്നെനിക്കിപ്പോ തോന്നുന്നു. എന്റെ മോനെ ഞാൻ തള്ളി പറയില്ല ഫാദർ. പക്ഷേ ഈ ഒരവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? അച്ഛാ അച്ഛാ ആ നാ നാ ആ ആ നാ ആ എന്തായാലും എനിക്ക് അവനെ ഒന്ന് കാണണം. മുഖ്യമന്ത്രിക്ക് ഒരു ജാരസന്ധ ഉണ്ടെന്ന് അറിഞ്ഞ ശത്രുക്കൾ വെറുതെ വിടൂ. നാട് മുഴുവൻ ഇളക്കി മറിക്കില്ലേ അവര്. അധികാര സ്ഥാനമാനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ കുടുംബ ഭദ്രത മുഴുവൻ തകർക്കും. അത് തകരരുത്. എന്നെ നിഷേധിക്കാതെ, തള്ളി പറയാതെ ഫാദറിന്റെ മുമ്പിലെങ്കിലും അച്ഛനെ അംഗീകരിച്ചല്ലോ. ഇനി ഈ ഗ്രാമം മുഴുവനും എന്നെ തന്നില്ലാത്തൊന്ന് വിളിച്ചാലും എനിക്ക് നിൽക്കില്ല. എനിക്കറിയാം ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്റെ അച്ഛനാണെന്ന്. അച്ഛനറിയാം ഈ ബാർബർ കുമാരൻ അദ്ദേഹത്തിന്റെ മകനാണ്. എനിക്കത് മതി. നിന്നെ അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടില്ല നീ വാക്ക് കൊടുത്തു. ആരാച്ചാ ചേട്ടനാ. ചേട്ടാ ആ ഇത് കണ്ടപ്പോ പിരിയാനും വയ്യ, എന്നാലിട്ട് അടുക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലായല്ലോ കർത്താവേ. എന്റെ അഭിപ്രായത്തിൽ കുമാരനോടൊന്ന് പോണത് ശരിയല്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇത് ആരെങ്കിലും അറിഞ്ഞാ ഇവിടെ ഭൂകമ്പായിരിക്കില്ലേ? ഭൂകമ്പം. അത് ആരറിയാണ്ട് സൂക്ഷിച്ചാ പോരെ? അവൻ ഇവിടെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ അച്ഛനും മോനും ദിവസം കാണും ചെയ്യാം. അതിനുള്ള വിദ്യാഭ്യാസമൊന്നും അവനില്ലല്ലോ. ഇവിടുത്തെ തോട്ടത്തിലെ പുല്ല് വെട്ടാൻ അത്ര വലിയ യോഗ്യതൊന്നും വേണ്ടല്ലോ. ആ ജോലിയൊക്കെ ചെയ്യിക്കാന്ന് വെച്ചാ ഈ മുടി വെട്ടിനേക്കാൾ എത്ര വലിയ ഭേദമുള്ള ജോലി വെച്ചോ ചെടി വെട്ട്. ഇതൊരു പ്രൊമോഷനായിട്ട് കൂട്ടിയാ മതി. ഒരു കണക്കിന് അതും ശരിയാ.
ഗാർഡനിങ് ഒരു നല്ല തൊഴിലാ. വാ. സാറേ അതെ, ഞങ്ങൾ ഇവനോട് ഒരു ജോലി കൊടുക്കേണ്ട കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു. അല്ല, ജോലി എന്ന് പറഞ്ഞാ ഇവിടത്തെ തോട്ടത്തിൽ. അയ്യോ, ഈ തോട്ടപ്പണി എന്ന് പറഞ്ഞാൽ അത്ര മോശം തൊഴിലൊന്നും അല്ല. ഇപ്പോഴത്തെ കാലത്ത് ചുരുങ്ങിയത് MSc ഹോർട്ടിക്കൾച്ചറെങ്കിലും പാസ്സാവും. എന്റെ ഒരു ഇളയപ്പന്റെ മോനുണ്ട്, ജോർജുട്ടി. ജോർജ് കുട്ടി. ഗാർഡൻ ഡിസൈനാ. നിലത്ത് നിൽക്കാൻ സമയമില്ല. 5 സ്റ്റാർ ഹോട്ടലുകാരും വലിയ വലിയ എസ്റ്റേറ്റ് മുതലാളിമാരും പൊക്കിക്കൊണ്ട് നടക്കല്ലേ. ഇവനാണെങ്കിൽ പിന്നെ അതിന്റെ ഈ കലാപരമായിട്ടുള്ള കട്ടിങ് എല്ലാം അറിയേ. എന്നാ പിന്നെ നോക്കി നിൽക്കണ്ട. വാടാ നീ. ഒരു മകനെ അവൻ. ശരി. ഇനി ഇതാണ് മകനെ നിന്റെ ഏതം തോട്ടം. ആദ്യം നീ ഈ തോട്ടം പിടിച്ചെടുക്കണം. അതിനുശേഷം ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ സ്നേഹവും മനസ്സും. നിന്നെ പോലെ മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? അല്ല, ഇവന് ഇവിടെ എങ്ങനെയും കയറി പറ്റി കഴിഞ്ഞാ മികച്ച നാടകൃത്തിനുള്ള അവാർഡ് എനിക്ക് മന്ത്രിയുടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റേ. അത് മതി മന്ത്രിസഭ വിടാൻ. നീ പോയി വല്ല DDTയോ ചാഴിപ്പൊടിയോ കലക്കിക്കൊണ്ട് വാടാ. എന്തിനാച്ചാ? ഈ പ്രാണിശല്യമുള്ള ചെടികൾക്കൊക്കെ അടിക്കാൻ. ഓ, ഇതും തോട്ടപ്പണിയുടെ ഒരു ഭാഗമാണ്. നീ എന്താ നോക്കിയിരിക്കണത്? തുടങ്ങടാ. അല്ലെങ്കിൽ വേണ്ട, കർത്താവിന്റെ നാമത്തില് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. ആദ്യം ചേമ്പിലേക്ക് പറിച്ചളഞ്ഞ ഇവിടെ വൃത്തിയാക്കല്ലോ. എടാ മഹാപാപി, അത് ആന്തൂറിയ നല്ല വിലപിടിപ്പുള്ള ചെടിയാ. നിന്റെ അപ്പോയിന്റ്മെന്റ് ഡിസ്മസിൽ ഒരേ ദിവസം തന്നെ ആക്കല്ലേ മകനെ. DDT ഉണ്ടോ? ചായപ്പൊടിയായാലും മതി. എന്തിനാ? പൂശാന. അച്ഛന് പൂശാന. എന്താ എന്താ? അല്ല, ഈ DDT കലക്കിയിട്ട് ചെടികൾക്ക് പൂശാന. അച്ഛൻ പറഞ്ഞു വിട്ടതാ. ഓഹോ. ആ. ആന്തൂറി മാത്രം തൊടല്ലേ. ഇല്ല, ആ, എന്നിട്ട് അങ്ങോട്ട് മാറ്റി. ഇത് ചൊറിയണോ? മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയിരിക്കും അല്ലേ? അതെ. ഒരു സാധു കുടുംബത്തിലെ ചെറുക്കനാ. തൽക്കാലം തോട്ടക്കാരായിട്ട് നിന്നോളാൻ അദ്ദേഹം പറഞ്ഞു. സാധുക്കളെ കൈവടിയരുത് എന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നന്നായി. ചെടികൾ വെട്ടാനും നനയ്ക്കാനും എല്ലാം ഒരാളെ നിർത്തണമെന്ന് കരുതിയതാ. കുമാരാ, നീ ഈ പുല്ലിലൊക്കെ വെള്ളം ഒഴിച്ച് സമ്മർക്കായിട്ട് ചെയ്ത് നിർത്തിയാരെ. പിന്നെ ഈ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞേക്ക്. അതിരുകൾ ലംഘിച്ച് ഇവിടെ ചില പൂച്ചെടികൾ നിൽപ്പുണ്ട്. അത് യഥാസ്ഥാനത്ത് നട്ട്, അല്ല ഞാൻ പറയായിരുന്നു, അത് യഥാസ്ഥാനത്ത് നട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ ഒരു പൂങ്കാവനായിട്ട് മാറും. അല്ല, അതോ മാറ്റിയെടുക്കും. ഏതായാലും നന്നായി. മുഴുവൻ കാട് കയറി കിടക്കുകയായിരുന്നു. ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ? വച്ചോണ്ടിരിക്കാണോ? ഒന്ന് സഹായിക്കൂ മകനെ. അതിനെന്തായിക്കോട്ടെ. എന്റെ തലല്ല. ഓ, അവിടെ കൊണ്ട് കളയും മകനെ. അത് ഇവനെ കൊണ്ടേ കളയച്ചോ. ഇങ്ങനെ സഹായിച്ച പോരെ? ആരാ? നീ ആരാ? ഞാനിവിടുത്തെ തോട്ടക്കാരൻ. തോട്ടിയോ? തോട്ടിയല്ല, തോട്ടക്കാരൻ. ഞാൻ അറിയാത്തൊരു തോട്ടക്കാരനോ? ഞാൻ ഇപ്പഴാ ചാർജ് എടുത്തേ. എടാ, ഗണപതിക്ക് തേങ്ങടക്കുന്ന ഇഷ്ട നിലടച്ചാണ് ചാർജ് എടുക്കുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മുഖ്യമന്ത്രിയുടെ അളിയനാ. അയ്യോ, സാറ് ഇവിടെ നിന്ന് മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല. മദ്യപാനമോ? ഞാനിങ്ങനെ ഈ പച്ച കൊണ്ട് പെട്രോൾ ഉണ്ടാക്കിയായിരുന്നു. സാറാണോ രാമർ? ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഊതരുത്. പോടാ പോടാ പോ. എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ. സാറിവിടെ ഒളിവി താമസിക്കാണോ? എന്താ നോക്കുന്നേ?